കോഴിക്കോട്ടെ ഷവർമ കടകളിൽ പരിശോധന കർശനമാക്കുമെന്ന് ഹെൽത്ത് ഓഫീസർ മുനവർ റഹ്മാൻ. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. നിയമലംഘനം കണ്ടെത്തുന്ന ഹോട്ടലുകളുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. നിയമപരമായിട്ട് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളുടെ മേലെ, പ്രത്യേകിച്ച് ടേക്ക് അവേ ആണെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്ത ടൈമും അതിൻ്റെ എക്സ്പയറി എപ്പോഴാണെന്നുള്ളതും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് അതിന് മേളിൽ പതിപ്പിക്കണം എന്നാണ് നിയമപരമായിട്ടുള്ള നിർദ്ദേശം. ചില കടകളിൽ, പ്രത്യേകിച്ച് ഷവർമ പോലുള്ള സ്ഥലങ്ങളിൽ, ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ അതിന് മുകളിൽ ഈ ഡീറ്റെയിൽസ് ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നില്ല. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് ശക്തമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. ഷവർമയുടെ ഗുണനിലവാരം, അതിലുപയോഗിക്കുന്ന ഇറച്ചിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തും. മറ്റു വകുപ്പുകളുമായിട്ട് ചേർന്നുള്ള സംയുക്ത പരിശോധനകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉടൻ ഉണ്ടാവും. കുറ്റക്കാരാണെന്ന് കാണുന്നവർക്കെതിരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന, ക്യാൻസൽ ചെയ്യുന്ന അടക്കമുള്ള നടപടികളുണ്ടാവും. അനഘ ഹർഷൻ ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഈ ഷവർമ ജീവനെടുക്കുകയും ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്ത ഇങ്ങനെ എപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജനം TV തന്നെ ഈ വിഷയം ആരോഗ്യ പ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും സർക്കാരിൻ്റെയും ഒക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് നടപടി ഉണ്ടായിരിക്കുന്നു? ആ വാർത്തയിന്മേൽ എന്ത് ഉറപ്പ് അധികൃതർ നൽകുന്നു? ഈ കോഴിക്കോട്ടെ വിവിധ ഹോട്ടലുകളിൽ നമ്മൾ ചെന്നിരുന്നു. ഈ ഹോട്ടലുകളിൽ നിന്ന് ഷവർമ വാങ്ങുകയും ചെയ്തു. ഈ ഷവർമ പാക്കറ്റുകളിൽ ഒന്നും തന്നെ കൃത്യമായി ഇത് ഉണ്ടാക്കിയ സമയമോ എത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും ഈ പാക്കറ്റുകളിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഇത്തരത്തിൽ ഷവർമ പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ പാഴ്സലായി നൽകുന്ന സമയത്ത് ഇതിൽ കൃത്യമായ ഡേറ്റും സമയവും ഉണ്ടാകണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ട്. എന്നാൽ കോഴിക്കോട്ടെ മിക്ക ഹോട്ടലുകളും ഈ നിയമം പാലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഒരു ഷവർമ കടകളിൽ നിന്ന് നമ്മൾ ഷവർമ വാങ്ങിയപ്പോഴൊന്നും തന്നെ ആ പാക്കറ്റുകളിൽ കൃത്യമായി സമയം രേഖപ്പെടുത്തിയിരുന്നില്ല. ഈ വിഷയം നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഹെൽത്ത് ഓഫീസർ ഈ വിഷയത്തിൽ, നമ്മുടെ വാർത്ത കണ്ടതുകൊണ്ടാണ് ഹെൽത്ത് ഓഫീസർ ഈ വിഷയത്തിൽ ഇടപെടുകയും കൃത്യമായി തന്നെ കോഴിക്കോട്ടെ ഇത്തരത്തിലുള്ള ഹോട്ടലുകളിൽ പരിശോധന നടത്തും. ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഹെൽത്ത് ഓഫീസറായിട്ടുള്ള മുനവർ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം കണ്ടെത്തുകയാണെങ്കിൽ ആ ഹോട്ടലുകളുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കുമെന്ന ഈ ഹെൽത്ത് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഈ രീതിയിലേക്ക് കർശനമായ ഒരു പരിശോധന കൃത്യമായി ഹോട്ടലുകളിൽ തന്നെ ഉണ്ടാകും. ഈ ഷവർമ പാക്കറ്റുകളിലെ സമയവും തീയതിയും രേഖപ്പെടുത്തുന്നതിലുപരി ഇത്തരത്തിൽ ഷവർമയിൽ ഉപയോഗിക്കുന്ന ഇറച്ചി, അതിലേക്ക് കൂടി ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് കൂടിയാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. കാരണം ഈ ചത്ത കോഴിയെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഷവർമ പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിനായി ഹോട്ടലുകളിൽ എത്തിച്ചു നൽകുന്നുണ്ട് എന്നൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് വലിയ രീതിയിലുള്ള ഹോട്ടലുകളൊക്കെ തന്നെ ഇത് വാങ്ങുന്നുണ്ട് എന്ന വിവരം കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് ഈ ഷവർമയിൽ ഉപയോഗിക്കുന്ന ഇറച്ചിയുടെ പരിശോധന, ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ വാർത്തയായിരുന്നു. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഹെൽത്ത് ഓഫീസറുടെ തന്നെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാലും അനഘയ്ക്ക് അഭിനന്ദനങ്ങൾ. കാരണം അനഘ വിവിധ ഹോട്ടലുകളിൽ കയറി ഇത്തരത്തിൽ മാംസത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് പോലും അറിയാതെ വെറും ഒരു പേപ്പർ കഷ്ണത്തിൽ മാത്രം പൊതിഞ്ഞു കൊടുക്കുന്ന ഷവർമയെല്ലാം കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തു. അതിലിപ്പോൾ ഒരു നടപടിയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ വളരെയധികം സന്തോഷം.